ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ട പ്രതി പിടിയിൽ. കൊച്ചുമലയിൽ അന്നക്കുട്ടിയെയും പേരക്കുട്ടിയെയും ആക്രമിച്ച കേസിലെ പ്രതിയായ സന്തോഷാണ് പിടിയിലായത്. മുൻപ് നടന്ന ആക്രമണക്കേസിൽ ഒളിവിലിരിക്കെയാണ് സന്തോഷ് വീണ്ടും ആക്രമണം നടത്തിയത്. സന്തോഷിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ അന്നക്കുട്ടി ചികിത്സ തുടരുകയാണ്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവാണ് സന്തോഷ്. അന്നക്കുട്ടിയുടെയും മകൻ പ്രിൻസിന്റെയും വീടുകൾക്കാണ് സന്തോഷ് ഇന്നലെ രാത്രി തീയിട്ടത്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണം? രാഹുൽ, ഉന്മേഷ്, വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിലേക്കും പ്രതിയെ നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തു. ഈ സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പ്രിൻസ് എന്ന് പറയുന്ന അന്നക്കുട്ടിയുടെ മകന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയത്ത് ഈ വീടുകളിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാൻ. ഈ സംഭവം നടത്തിയതിനു ശേഷം പ്രതി ബൈക്കിലാണ് കടന്നു കളഞ്ഞത്. പിന്നീട് കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നതിനുള്ള നടപടിയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 5-ന് അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരിയായ ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയെ പിടികൂടാൻ വൈകിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.